ആ ഭാമേ, പിന്നെ വേറൊരു കാര്യമുണ്ട്. അതെ, ഇത് കണ്ടാ? നമ്മുടെ അമ്മ വിഷ്ണുവിന്റെ ആളാ. രാഘവട്ടം ഫോട്ടോ നമുക്ക് പിന്നെ ഒരു ദിവസം എടുക്കാം. ഇപ്പൊ ശാലിനി പോട്ടെ, അവളുടെ ജോലിയുടെ കാര്യമല്ലേ. ഇനിയിപ്പോ ഇതുപോലെ ഒരു അവസരം കിട്ടുന്നില്ല ഭാമേ. വിഷ്ണു ഇപ്പൊ വരും, ഫോട്ടോഗ്രാഫർ അക്ലീരിസ് അവനും ഇപ്പൊ വരും. ഒരു ഫോട്ടോ എടുത്തിട്ട് പോയാൽ മതി. ആ ഫ്ലെക്സേ എന്നെ അടിക്കാൻ കൊടുക്കണം. ആ ദാണ്ട വിഷ്ണു വന്ന്. പിള്ളേ ആ ക്ലീറ്റസിനെ ഒന്നും വിളിക്കുമില്ലേ? അതെനിക്ക് വിളിച്ചാ ഞാൻ സംസാരിച്ചോളാം. മക്കളെ നീ വരുന്നു. എടോ ഡബിളെ, എടാ എത്ര നേരമാണ് നിന്നെ കാത്തി വിട്ടിരിക്കുവാ? എന്തുവാ നിനക്ക് എത്ര തിരക്ക്? എടാ വയസ്സായി അച്ഛനും അമ്മയുടെ കാര്യം നിനക്ക് ബോധമുണ്ടോ? ഡബിളെ എന്തോ എന്നാ സാറേ റിങ് ചെയ്യുന്നുണ്ട്. ആ ഫോണിയാ. എടാ ഫോൺ ബെല്ലടിക്കുന്ന കേട്ടില്ലടാ? ആ കേട്ടു. എടാ പൊട്ട അതിർത്തിന്റെ ചെവിയിലോട്ട് വയ്ക്കായി. ഹലോ, നീ ഇവിടെ പോയി കിടക്കുവാടാ? ഫോട്ടോ എടുക്കാൻ വരാതെ പറഞ്ഞിട്ട്? എന്റെ പൊന്നി രാഘവ സാറേ, അങ്ങോട്ട് ക്ലീറ്റിയും പട്ടിയും എന്റെ ശിക്ഷ കുട്ടിയുമായിട്ട് അങ്ങോട്ട് വന്നോണ്ടിരിക്കുക. വരുന്ന വഴിക്ക് നാടൻ മുറിക്കലിന്റെ ഒറ്റ പിക്കെടുത്ത് കൊടുക്കാനുണ്ടായിരുന്നു. എന്റെ ശിഷ്യന്റെ മികവുകൊണ്ട് സമയം കഴിഞ്ഞ് അവിടെ എത്തിയത്. നാടൻമുറി എന്തായാലും അവിടെ വന്ന് കൃത്യസമയത്തിന് നാടൻ മുറിക്കുന്ന ഫോട്ടോ എടുത്തിരിക്കും. എടാ 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 ഇവിടെ നാട് മുറിക്കേണ്ട നീ. എടാ ഇത് വെഡിങ് ആനിവേഴ്സറിയുടെ ഫോട്ടോയാ. നീ ഫോട്ടോ എടുത്താൽ മാത്രം മതി. ഓ എന്നാ സാറ് കണ്ണടച്ചു തുറക്കുമ്പോഴേക്ക് ഞങ്ങൾ മുറ്റത്ത് കാണും. ഓക്കെ ഓ ഫോൺ കിട്ടിയടാ. എന്താ പിള്ളച്ചേട്ടാ, എന്താ എല്ലാരും കൂടി ഇങ്ങനെ നിൽക്കുന്നേ? അത് ഫോട്ടോ എടുക്കാനാ. എടാ വിഷ്ണു, നിങ്ങളുടെ കല്യാണ വർഷം ഇല്ലയോ? അതിനെ ഒന്നിച്ചെന്നുള്ള ഒന്നിയുടെ ഫോട്ടോ വേണം. ക്യാമറമാനെ മറ്റേ ക്ലീറ്റസ് അവപ്പം വരും. ഇന്ന് രാഘവനമ്മ കലിപ്പിലാണെന്ന് തോന്നുന്നില്ല. സംസാരത്തിലൊക്കെ ഒരു പട്ടാളച്ചോ. പ്രവൃത്തിയും പട്ടാളക്കാരൻ്റെയാ. അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഞാൻ നൈസായിട്ട് അറിഞ്ഞ കാര്യങ്ങളാ. ഓരോന്നോരോന്നായിട്ട് ഞാൻ അങ്ങ് പറഞ്ഞു തരാം. എന്റെ കർത്താവ്, ഒരു വർക്ക് പോലും തല്ലുകൊള്ളാത്ത രീതി ചെയ്ത് ഒപ്പിക്കാൻ പറ്റുന്നില്ലല്ലേ? നീ തോന്നി മക്കൾ അവിടെ വയ്ക്കുന്നേ? ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ശിവ, നിനക്കറിയാലോ ശാലിനി തകർന്ന അവസ്ഥയിൽ നിൽക്കുക. ഈ ഫോട്ടോ പരിപാടി എങ്ങനെയെങ്കിലും ഒന്ന് മുടക്കണം. ആ ഫോട്ടോഗ്രാഫർ ആ ഫോട്ടോ എടുക്കുന്ന ക്ലീറ്റസിനെ ഇങ്ങോട്ട് വരുത്തായിരുന്നാ മതി. അത് ഞാൻ നോക്കാം. അവന്റെ ശിഷ്യൻ എൻ്റെ ഒരു ഫ്രണ്ടാ. ഞാൻ അവനെ വിളിച്ച് ബ്ലോക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം. എന്തോടോ അവിടെ കുശുശിപ്പ് എല്ലാവരുടെ? ഹേയ് ഒന്നുമില്ല ചാ. രാഘവ സാറേ, ക്ലീറ്റസിങ് എത്തി. കൂടെ കുട്ടിയുണ്ടേ. ഗുരു, എന്റെ മച്ചമ്പിയാ നിൽക്കുന്നേ. നീ ക്യാമറ നോക്കി വെക്കാതെ. എല്ലാം റെഡിയാ. എത്ര നേരം നോക്കിയിരിക്കുവാടാ?
ഇനിയിപ്പോ എന്നാലേ ഇനിയിപ്പോ ഒട്ടും വൈകിക്കണ്ട. രണ്ടുപേരും നിർത്തിയേ മൂന്നാല് ഫോട്ടോ എടുക്കാം. എന്താ ഒരെണ്ണേ പത്രത്തിൽ കൊടുക്കാനുള്ളതാ. എന്നാ പിന്നെ രണ്ടും ചേർന്നു ഇപ്പൊ തന്നെ അങ്ങ് എടുത്തേക്കാം. എടാ പൊട്ടാ, ഞങ്ങളുടെ അല്ല, വിഷ്ണുവിന്റെ ശാലിനിയുടെയാ. അതെ, ഇത് സെറ്റപ്പ് വേറെയാ ഗുരു. ദേ എല്ലാം കൂടെ ഒന്നാന്തര ഫോട്ടോസ് ആയിരിക്കണേ. ആ, അക്കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. എന്റെ ഗുരു എടുക്കുന്ന ഫോട്ടോ എന്തെങ്കിലും നന്നായിട്ടുണ്ടോ? എന്താടാ പറയണത്? അല്ല, ഏതെങ്കിലും മോശമായ ചരിത്രം ഉണ്ടോന്ന്. ഇല്ല, എല്ലാം ഒന്നിനൊന്നും മെച്ചമല്ലേ? ഇവിടെയെങ്കിലും എനിക്ക് അടി കിട്ടാതെ എന്റെ ജോലി നോക്കണം. സിറ്റുവേഷൻ കണ്ടിട്ട് ഇവിടെ യാതൊരു കുഴപ്പമില്ലെന്നാ തോന്നുന്നത്. ഉണ്ടാകില്ലെന്ന് പ്രാർത്ഥിക്കുക. കുട്ടി നീ ഇങ്ങ് വന്നേ. എങ്ങോട്ടാ മച്ചമ്പി? വാടാ. നീ എവിടെ പോവാ? എവിടെ പോവാ? ഇപ്പൊ രാജാ ഇങ്ങ വന്നേ. കുട്ടി, ഞാൻ നിന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നില്ലേ? ആ ഭാമേ, പിന്നെ വേറൊരു കാര്യമുണ്ട്. അതെ, ഇത് കണ്ടാ? നമ്മുടെ അമ്മ വിഷ്ണുവിന്റെ ആളാ. രാഘവട്ടം, രാഘവട്ടം, രാഘവട്ട, ഇതെങ്ങനെ, ഇതെവിടുന്ന് കിട്ടി? അതൊക്കെ കിട്ടി. വിഷ്ണുല്ലേ ആ നിക്കുന്നേ? നീ അതിങ്ങനെ അല്ല, ഇവിടെ ഫോട്ടോ എടുക്കുന്നേ മിറ്റത്താ. വാ, നമുക്ക് അങ്ങോട്ട് പോവാ. എടാ വിഷ്ണു, എന്താ ഇത് നിന്റെ കിടക്കുന്ന ഒരു അന്തസ്സേ. അത് മുരുകളാ. ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇതെന്നെ ഇരിക്കട്ടെ. നിനക്ക് ആവശ്യമുള്ളപ്പോൾ ഞാൻ തരാം കേട്ടോ. എടാ ഇങ്ങോട്ട് 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 നീട്ടടാ.